ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവമേ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയയും ഒന്നിച്ച് കല്ലറയ്ക്കൽ വന്നു. സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് കല്ലറയ്ക്കൽ വന്ന് അവന് വേണ്ടതായ ഹല്ലേലൂയ അർപ്പിക്കുവാനായിട്ട് വന്നു. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഹല്ലേലൂയ ആരാധിക്കുവാൻ, ഞങ്ങളുടെ പിതാവിനെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവെ സ്വർഗം സന്തോഷിക്കേണ്ടതിന് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാനിടയാകണം കർത്താവെ. സ്തോത്രം. ആത്മാവിൻ്റെ വലിയ സഖ്യത ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. പരിശുദ്ധാത്മാവിൽ അല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾ പാടിയാൽ, കർത്താവെ ആരാധിച്ചാൽ കർത്താവെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നറിയുന്നു കർത്താവെ, സ്തോത്രം, നിന്റെ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവെ ദൈവമഹത്വം താണിറങ്ങി വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ഇന്ന് പകൽക്കാലം നിറയ്ക്കണമേ. ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ പാടുവാൻ ദൈവം കൃപ തരണമേ. നല്ല പാട്ടുകൾ, ഹല്ലേലൂയ, നല്ല ആത്മീയ ഗീതങ്ങൾ കർത്താവേ. സ്തോത്രം. ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ശലോമോനും കൂട്ടരും കർത്താവെ അവിടെ വന്ന് പാടി ആരാധിച്ചപ്പോൾ ദൈവമഹത്വം അവിടെ ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ ഒന്നറിയുന്നുണ്ട്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് സ്തോത്രമെന്ന യാഗമർപ്പിച്ച് കർത്താവെ ആത്മീയ ഗീതങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമേ വാക്കുകളുള്ള പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഏതൊരു കാലഘട്ടത്തിലും കർത്താവെ സ്തോത്രം, പാട്ടുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ആരാധനയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ആരാധിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങളിലുള്ള കുറവുകളെല്ലാം നീ നീക്കണമേ. ആരാധനയ്ക്ക് തടസ്സമായി ഞങ്ങൾ അറിയാതെ പോലും ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകൾ നീക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരട്ടെ കർത്താവെ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പാടുമ്പോൾ, ഈ ഓൺലൈനായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ കർത്താവെ സ്തോത്രം, ഇത് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്കും അത് ദൂരെയും അടുത്തുമായിരുന്ന് കേൾക്കുന്നവർക്കുമൊക്കെയും ഇത് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ഈ ആരാധന എൻ്റെ സമാധാനമാണ്. ഹല്ലേലൂയ. ദൈവ സകല ബുദ്ധിയെ കഴിയുന്ന ദൈവ സമാധാനത്താൽ ഞങ്ങളെ കാക്കണമേ കർത്താവേ. വലിയൊരു ദൈവിക വിടുതലും ദൈവിക സാന്നിധ്യവും ഞങ്ങൾ അനുഭവിക്കട്ടെ. ഒരു വലിയ കാറ്റടിക്കുവാൻ തക്കോണം ഹല്ലേലൂയ, ഒരു ആത്മീയ കാറ്റ് ഇന്ന് പകൽക്കാലം ഈ മുറിയിലും പരിസരത്തും അത് വീശുവാൻ തക്കോണം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ പരിപാലിച്ച കർത്താവ് ദൈവമേ, വീണ്ടും ഞങ്ങളെ ഇന്ന് പകൽക്കാലവും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോ ദിവസവും ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുന്നു. ഓരോ ദിവസവും ദൈവസന്നിധിയോട് അടുത്ത് ചെന്ന് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണം. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് തരണം കർത്താവേ. വലിയൊരു ദൈവമഹത്വം ഞങ്ങൾക്ക് തരണമേ. പ്രത്യാശയുടെ ഗീതങ്ങൾ ഞങ്ങൾ പാടുമ്പോൾ കർത്താവേ, നിന്റെ വരവ് ഏറ്റവും അടുത്തുവെന്ന് ഞങ്ങൾ നന്നായി അറിയുന്നത് കൊണ്ട് സ്തോത്രം. വലിയൊരു ദൈവപ്രവൃത്തി ഈ നാളുകളിൽ ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും കർത്താവേ ദൈവനാമം മഹത്വപ്പെടുവാൻ എവിടെയെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, എവിടെയെല്ലാം ഇരുന്ന് പാടുന്നുവോ, എവിടെയെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുവോ അവിടെയെല്ലാം ദൈവപ്രവൃത്തി കാണുവാൻ, രോഗസൗഖ്യങ്ങൾ കാണുവാൻ, വിടുതലുകൾ കാണുവാൻ ഇടയാകണം. മഹാവ്യാധിയാൽ ഈ ലോകം പിടിയോട്ട് കർത്താവെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ എല്ലാവരെയും മനസ്സിൽ കൂടി കർത്താവിനെ നോക്കുവാൻ തക്കോണം, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവദിവസങ്ങൾ ഇടയാക്കണമേ. വലിയൊരു ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാകണം. ആത്മീയമായ വലിയൊരു സഖ്യത ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. ആത്മാക്കളുടെ ഒരു വിടുതൽ നടക്കണം. രക്ഷിതാവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സമാധാനവും സന്തോഷവും ഞങ്ങൾ അനുഭവിക്കട്ടെ. പ്രത്യേകിച്ച് പാട്ടുകൾ ഇടിയുവാൻ പ്രിയ പൈതലേ നീ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞങ്ങളുടെ മിടുക്കുകൊണ്ടോ ഞങ്ങളുടെ ശബ്ദം കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ ആത്മാവ് ഞങ്ങളുടെ ആത്മാവുമായിട്ട് ചേരുമ്പോൾ വലിയൊരു ദൈവപ്രവൃത്തികളെ കാണുവാൻ കഴിയും. നല്ല പ്രാർത്ഥന ഞങ്ങൾക്ക് തരണം കർത്താവേ. സ്തോത്രം സ്തോത്രം. ദൈവമേ, നല്ല വചനം ഇന്ന് പകൽക്കാലം തരണം. ഞങ്ങളെ കൂടെ വന്ന സമയം മുതൽ ഞങ്ങളെ ദൈവമേ ഈ മീറ്റിംഗ് അവസാനിക്കുന്നവരെയും ദൈവിക സാന്നിധ്യത്തിനകത്ത് ഞങ്ങളെ വലിയ ദൈവപ്രവൃത്തി കാണും. ശാരീരികമായി ഞങ്ങളെ ബലപ്പെടുത്തണം, ആത്മീയമായി ശക്തീകരിക്കണം. എല്ലാവരുടെ മേൽ കേൾക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി ഇറങ്ങട്ടെ.
വസിക്കട്ടെ, സൗഖ്യം വരട്ടെ, ആത്മാവിൽ ഞങ്ങൾ ശക്തരാകട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Jesus, we worship you, Lord. You're worthy for everything. As we come into your presence, let your glory be in this place. Let your glory shine on our face. Holy Spirit, work in us, work through us, reveal your glory.
trust in you. We put our trust in you on that firm foundation. I will build my life upon your love, and it's a firm foundation, and I will put my trust in you alone, and I will not be shaken. Holy, there is no one like you. There is none beside you. Open up my eyes and wonder and show me who you are, and fill me with your heart and lead me in your love to those holy. There is no Para Shandala Riva Juda Para Shara Para Riva Shara Juda Para Shara Para Riva Shara Juda Para Shandala Riva Shara Para Juda Para Shandala Riva. With your Holy Spirit, firm foundation, to those this is how I fight my battles. 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 This is how This is how I fight my battles. This is how I fight my battles. This is how I fight my battles. This is how it may look like I'm surrounded, but I'm surrounded by you. Oh, it may look like I'm surrounded, but I'm surrounded by you. Oh, it may look like I'm surrounded, but I'm surrounded by you. Oh, it may look like I'm surrounded, but I'm surrounded by you. Oh, it may look like I'm surrounded, but I'm surrounded. Leave a shot to that up, shut up. It may look like I'm surrounded, but I'm surrounded. We're surrounded by you. It may look like I'm surrounded, but I'm surrounded by you. This is how I fight my battles. This is how I fight my battles. This is how I fight my battles. This is how This is how I fight my battles. This is how I fight my battles. This is how I fight my battles. This is how This is how I fight my battles. This is how I fight my battles. This is how I fight my battles. Oh, the victory is yours. The victory is yours. The healing in the name of Jesus. The victory is yours. The victory is yours. The healing in the name of Jesus. The victory is yours. The victory is yours. The healing in the name of Jesus. The victory is yours. The victory is yours. The victory is yours. The victory is yours. We're fighting. We're fighting. We might be surrounded. We might be surrounded. But you are with us. You are with us. Oh,
Spirit. നിറയ്ക്കണമേ ഞങ്ങളെ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, ശുദ്ധി ചെയ്യണമേ, വാസം ചെയ്യുവാൻ ശുദ്ധി ചെയ്യണമേ. ഓ ആ സോളിഡ് ഫൗണ്ടേഷനിൽ നിർത്തണമേ. നിറയ്ക്കണമേ അപ്പാ, പരിശുദ്ധാത്മ നിറവിൽ നിറയ്ക്കണമേ, നിറയ്ക്കണമേ, അഗ്നിയാൽ നിറയ്ക്കണമേ. ശുദ്ധി ചെയ്യണമേ, ശുദ്ധി ചെയ്യണമേ, ശുദ്ധി ചെയ്യണമേ, ശുദ്ധി ചെയ്യണമേ, ശുദ്ധി ചെയ്യണമേ, ശുദ്ധി ചെയ്യണമേ. We won't be shaken. We won't be shaken. We won't be shaken, Jesus. We build our life on you, on that solid foundation. On that solid foundation. We won't be shaken. We won't be shaken, Jesus. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവസാന്നിധ്യത്തെ അയക്കണമേ അപ്പാ, ദൈവസാന്നിധ്യത്തെ അയക്കണമേ അപ്പാ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിറയ്ക്കണമേ അപ്പാ. Thank you, Jesus, for your love. Thank you for your love. Thank you for your love, Jesus. Thank you for your love, Jesus. Thank you, Jesus. ദൈവമേ, അവർക്ക് സൗഖ്യം കൊടുക്കണമേ. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ മേലിൽ സൗഖ്യം തരണമേ അപ്പാ. We might be surrounded by many things in our life, but we need you, God. We know you are here for us. We know it. We can feel it. We can feel your touch. ഞങ്ങൾക്കറിയാം ദൈവമേ, നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഞങ്ങൾ ഒരുങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇവിടെ വന്നെത്തുണ്ടെന്നറിയാം. സാന്നിധ്യത്താൽ നിറയ്ക്കണം. കൈപ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടത്തെ. എല്ലാ കൈപ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടത്തെ. മയലോക ഇമ്പങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മയലോക ഇമ്പങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. എല്ലാ കൈപ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടത്തെ. എല്ലാ കൈപ്പും മുറിവും മാറിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിടത്തെ. മയലോക ഇമ്പങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. ലോക ഇമ്പങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടത്തെ. മുത്തോളം പോരാ ശക്തി, ആരെയോളം പോരാ അശക്തി. മുത്തോളം പോരാ അശക്തി, ആരെയോളം പോരാ അശക്തി. നീ നീത്തല്ലാതെ കടപ്പൻ
ശക്തി എന്നിൽ ഒഴുകണമേ. നീങ്ങിത്തല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യുന്ന ശക്തി എന്നിൽ ഒഴുകണമേ. ദിനം തോറും നീ എന്നിൽ ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ. ഞാനോ കുറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിൻ അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിൻ അഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരി. പഠിക്കേ മുത്തോളം പോരാ ആ ശക്തി, ആരെയോളം പോരാ ആ ശക്തി. മുത്തോളം പോരാ ആ ശക്തി, ആരെയോളം പോരാ ആ ശക്തി. നീങ്ങിത്തല്ലാതെ കടപ്പാൻ വയ്യാത്ത എന്റെ ശക്തി എന്നിൽ ഒഴുകണമേ. നീങ്ങിത്തല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യുന്ന ശക്തി എന്നിൽ ഒഴുകിടത്തെ. ദിനം തോറും നീ എന്നിൽ വളരണമേ. ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ. ഞാനോ കാന്തൻ മറവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനം ഒരുക്കണമേ. കാന്തൻ മറവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനം ഒരുക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തരെ ജീവിച്ചിടാൻ തിരുപ്പാതെ നടത്തിടണേ. അന്ത്യത്തോളം വിശ്വസ്തരെ ജീവിച്ചിടാൻ തിരുപ്പാതെ നടത്തണമേ. ഒരു പ്രാവശ്യം കാന്തൻ വരവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനം ഒരുക്കണമേ. കാന്തൻ വരവിൽ എടുക്കപ്പെടാൻ പുതുശക്തിയാൽ അനുദിനം ഒരുക്കണമേ. അന്ത്യത്തോളം വിശ്വസ്തരെ ജീവിച്ചിടാൻ തിരുപ്പാതെ നടത്തിടണേ. അന്ത്യത്തോളം വിശ്വസ്തരെ ജീവിച്ചിടാൻ തിരുപ്പാതെ നടത്തണമേ. മുത്തോളം പോരാ ശക്തി, ആരെയോളം പോരാ ശക്തി. മുത്തോളം പോരാ ശക്തി, ആരെയോളം പോരാ ശക്തി. നീങ്ങിത്തല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യുന്ന ശക്തി എന്നിൽ ഒഴുകണമേ. നീങ്ങിത്തല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യുന്ന ശക്തി എന്നിൽ ഒഴുകണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ. ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ ദിനം തോറും നീ എന്നിൽ വളരണം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക. അനുദിനമാരാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക. ഞാൻ ഉണർന്ന് ശോഭിച്ചിടാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക. അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക. ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക. പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക. പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ അങ്ങ് സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നീറുറവ. ഞാൻ നേരുന്നേറ്റ് ശോഭിക്കുക. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ അങ്ങ് സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നീറുറവ. ഞാൻ നേരുന്നേറ്റ് ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക. പുതുശക്തി പ്രാപിക്കുക.
ജയിക്കും ഞാൻ ആ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിയിടുക. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിക്കാം. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിയിടുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തി ജയിക്കും ഞാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. ശക്തികൾ അത് ഞങ്ങൾക്ക് അഭിഷേകം വേണം, പുതുശക്തി വേണം. അത് മുത്തോളമല്ല, അരയോളമല്ല, നീന്തലാണ് കടപ്പാൻ കഴിയാത്തപോലെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും. മുത്തോളമല്ല ശക്തി, അരയോളം പോരാ ശക്തി. മുത്തോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീങ്ങിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യുന്ന ശക്തി എന്നിൽ. ഓ നീങ്ങിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യുന്ന ശക്തി. ഓ നീങ്ങിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യുന്ന ശക്തി എന്നിലും. ഓ ചൂടാ ശരബര റീബ ശരബര, ചൂടാ ശരബ റീബ ശര ചുടര, ചൂടാ ശരബര രക്തരബര ചുടരബ ശണ്ടല റീബ ശര ചുടര, ചൂടാ ശരബര ചൂടാ രക്തരബ ചൂടാര. നിറയ്ക്കണമേ. ഓ റീബ ശരബര രക്തര ചുടബ ശണ്ടല റീബ ശര ചുടര, ചൂടാ ശരബര രക്തര ചുടര. എല്ലാവരും കൈകളടിച്ച് വായുകളെ തുറന്ന് ചൂടാ ശരബര റീബ ശര. അഭിഷേകത്തോടെ അന്യഭാഷയോടെ, അന്യഭാഷ ലഭിക്കാത്തവർ അന്യഭാഷ ലഭിക്കാൻ വേണ്ടി വായുകൾ തുറന്നു. ഓ റീബ ശരബ രക്തര ചുടബ ശണ്ടല റീബ ശര ചുടബ രസ റീബ ശരബ ചൂടാ ശരബര ചൂടാ. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ മുറികളിലുണ്ട്. എഴുന്നേറ്റ് നിന്ന് പ്രകാശിക്കുക. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ മുറികളിലുണ്ട്. ഓ റീബ ശരബര ചൂടാ ശരബര രക്തര ചുടബര ശരബ. അവൻ നിറയ്ക്കും, നിങ്ങളെ നിറയ്ക്കും, നിറയ്ക്കും. ആ മനസ്സുകളെ അവൻ നിറയ്ക്കും. ഓ ഓ റീബ ശരബര റംദാല ശരബ ചുടബര ശംഗല റീബ ചുടബര. ഓ റീബ ശര ചുടബര ശംഗല റീബ രക്തരബ ചുടബര ശരബ. ഓ രക്തരബര ചുടബര. അഭിഷേകമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. അഭിഷേകമായി എല്ലാ കോട്ടകളെയും തകർക്കുന്നത്. അഭിഷേകമായി എല്ലാ ദുർഗന്ധത്തെ മാറ്റിവിടുന്നത്.
bara sandala riba rekta raba juda ra sara bara rekta raba juda bara sandala ri juda raba അഭിഷേകമായ എല്ലാ വൈറസിനെയും എല്ലാ വ്യാധികളെ മാറ്റിവിടുന്നത് അഭിഷേകത്തിൽ അന്യഭാഷയിൽ നിറവിൽ ഈ ആരാധനയിൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. അത് വിശ്വാസമുള്ളവർ അത് നിങ്ങളുടെ കാൽപാദങ്ങൾ തൊട്ട് നിങ്ങളുടെ തലകൾ വരെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ നിങ്ങളെ താരോത്ത് ഡ്രൗൺ ചെയ്യുന്ന പോലെ അന്യഭാഷയിൽ നിങ്ങൾ അരയോളം പോരാ എന്ന് പറയുന്ന പോലെ നിങ്ങളൊന്ന് മുങ്ങിക്കേ നിങ്ങൾ കുളിച്ചേ, ആ നദിയുടെ അകത്തുനിന്ന് കുളിച്ചേ. മനസ്സിന് സ്വസ്ഥമാക്കിക്കേ, മനസ്സിന് സ്വസ്ഥമാക്കിക്കേ. യഹോവ അരുള് ചെയ്യുന്നു, മനസ്സ് സ്വസ്ഥമാക്കിക്കേ. യേശുവേ praise you, Father. Oh, we praise you, Jesus. Oh, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനും കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാൻ കുറയണമേ. നമ്മുടെ മേലിൽ അഭിഷേകം പകരുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തതയാവും. അതെന്നും നിലനിൽക്കും, എന്നും നിലനിൽക്കും, എന്നും നിലനിൽക്കും. Thank you, Jesus, for your love. Thank you, Lord. Thank you, Jesus. Thank you, Father. We love you, Jesus. We love you, Father. We love you, Jesus. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം, എൻ മനമേ നീ സ്വസ്ഥമായി. ഈ ലോകത്ത് നടക്കുന്ന ന്യൂസുകളും ഈ ലോകത്ത് നടക്കുന്ന ഏത് വ്യാധിയുടെ പ്രശ്നവും അതെല്ലാം മറക്കുക. നിങ്ങളുടെ മനസ്സുകൾ, വ്യാകുല ചിന്തകൾ സ്വസ്ഥമായിരിക്കുക, സ്വസ്ഥമായിരിക്കുക, സ്വസ്ഥമായിരിക്കുക. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം, മരണത്തിൻ താഴ്വരെ നീ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ താഴ്വരെ
മനമേ നീ സ്വസ്ഥമായിരിക്കാം, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമാ. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം. മരണത്തിൻ താഴ്വരയിൽ അതൊരു യഥാർത്ഥ ദൈവഭക്തനെ പറയാൻ പറ്റത്തുള്ളൂ. ഇരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. ഓ വേറൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ഓ ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. ഓ വേറൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ഓ ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. മറ്റൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ഓ ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായി. ഓ മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായി. ഓ കൂരിരുൾ താഴ്വരയിൽ സ്വസ്ഥമായി. മരണത്തിൻ താഴ്വരയിൽ ഓ മണ്ണിൽ മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായി. ഓ ഉന്നാഥൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമെന്റെ എന്നും. അത്ഭുതവാൻ, അതിശയവാൻ നീ മാത്രമെന്റെ ദൈവമെന്നും. ഓ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ അവൻ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ,
സ്തുതിക്കുവാനായിരം നാവ് പോരായേ. എനിക്കുള്ള ആവോളം ഞാൻ പാടി സ്തുതിക്കാം. സ്തുതിക്കുവാനായിരം നാവ് പോരായേ. എനിക്കുള്ള ആവോളം ഞാൻ പാടി സ്തുതിക്കാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നു. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നു. അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നു. കൂരിരുൾ താഴെ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരെ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരെ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ നീ യേശുവേ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരെ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരെ നീ സ്വസ്ഥമായിരിക്കാം. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരെ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരെ നീ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ പരിശുദ്ധാത്മാവേ, മരണത്തിൻ താഴ്വരെ ക്രിസ്തുവിൽ മാത്രം വേറൊന്നിനാലും ക്രിസ്തുവിൽ മാത്രം മറ്റൊന്നിനാലും ക്രിസ്തുവിൽ മാത്രം മരണത്തിൻ താഴ്വരെ സ്വസ്ഥമായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഭക്തന് മാത്രമേ
ഭക്തന് മാത്രമേ കൂരിൽ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാൻ കഴിയൂ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് മാത്രമേ കൂരിൽ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നു. അല്ലാത്തവരെല്ലാം പതറിപ്പോകും. കൂരിൽ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കും. മരണത്തിന്റെ താഴ്വര അനേക ഘട്ടങ്ങൾ കണ്ടവരാ നമ്മുടെ ദൈവം. അവിടെയും നമ്മളെ സ്വസ്ഥമാക്കിയ ദൈവം. കാരണം നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ഭക്തനെ ദൈവം സ്വസ്ഥമായിട്ടിരുത്തും. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം കാറ്റുകൾ അടിച്ചാലും, കോളുകൾ അടിച്ചാലും, തിരമാലകൾ പൊങ്ങിയാലും, വിഷയങ്ങളെല്ലാം മാറിപ്പോന്ന് നമുക്ക് തോന്നിയാലും, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ഭക്തൻ അവൻ സ്വസ്ഥമായിടും. ഹല്ലേലൂയ. അവിടെ മാത്രമേ സ്വസ്ഥതയുള്ളൂ. കാരണം അത് നമുക്ക് ആശ്രയിക്കാൻ നിൽക്കുന്ന പാറയാണ്. നമ്മുടെ കാലുകൾ ആ പാറമേൽ വെക്കുന്നെങ്കിൽ നമ്മൾ എത്ര കാറ്റടിച്ചാലും, കോളുകൾ അടിച്ചാലും, എത്ര തിരമാലകൾ പൊങ്ങിയാലും ക്രിസ്തുവിലാണെങ്കിൽ അവൻ താണുപോകത്തില്ല. Open up my eyes in wonder. Show me who you are and fill me with your heart and take me in the love to do surround me. Holy, there is no one like you. There is none beside you.
Be surrounded by you. Be surrounded by you. Be surrounded by you. Hallelujah. Oh, hallelujah. Hallelujah. We know that you sent your angels and they surrounded us and they are protecting us from all the evils, all the problems, all the sickness. Hallelujah. Oh, my rivals, sometimes they are not with me. That is yours. Hallelujah. Oh, Rikaba Santora Baba. Oh, Rikalaga Shakada Baba Baba Baba. Rele Karasata Baba Baba. Oh, not our wisdom. Oh, not our, because our knowledge. Hallelujah. This is because this is your victory, because you are in our battle. Hallelujah. You are doing the fight. Oh, whatever fight against the God's people, that there the God sending their angels to fight the rivals, fight. Oh, against the rivals. This is how we. Oh, This is how we fight our battles. This is how we fight our battles. This is how we fight our battles. This is how we. This is how we fight our battles. This is how we fight our battles. This is how we fight our battles. This is how we. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെയായി സൂക്ഷിക്കുന്നത് ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം കരയിട്ടുന്നു. ഹല്ലേലൂയ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഹല്ലേലൂയ ജനം വലഞ്ഞ് കഷ്ടപ്പെടുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അനേകരെ പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെയും സാധ്യമായി തീരുന്നെങ്കിൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്തെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വാക്സിനെക്കാട്ടിലും പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവസന്നിധാനത്തിൽ മുഴങ്കാലുകളെ മടക്കി ഇതൊരു സാധാരണ സംഭവമായിട്ട് വളരെ നിസ്സാരവൽക്കരിച്ച് ദൈവമക്കൾ ജീവിക്കരുത്. ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ്. ദേശത്ത് ക്ഷാമം വരുമ്പോൾ, ദേശത്ത് കഷ്ടത വരുമ്പോൾ, ദേശത്ത് ഹല്ലേലൂയ അനേക അനർത്ഥങ്ങൾ വരുമ്പോൾ മറ്റു മനുഷ്യർക്ക് അത് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവമക്കളെന്നും ദൈവദാസന്മാരെന്നും പറഞ്ഞ് അനേക നാളുകൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചവർ, ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിച്ചവര് കൈയും കെട്ടി നോക്കിയിരിക്കുന്നവരായി തീരരുത്. പിറുപിറുത്തുകൊണ്ടിരിക്കരുത്. എനിക്ക് കിട്ടുന്ന നന്മകൾ കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാതെ അതിലുപരിയായിട്ട് അല്ലെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഈ ദിവസങ്ങൾ ഇടയായി തീരണം. ഇതെല്ലാം ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈറ്റായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് പാടിയതുപോലെ ഹല്ലേലൂയ, ഇതിന്റെ വിക്ടറി ദൈവത്തിനായിരിക്കും. നമ്മൾ ഫൈറ്റിലാണെങ്കിൽ പോലും ദൈവം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും അയച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അനേക ഭക്തന്മാര് ഈ കാറ്റിന്റെ മധ്യത്തിലും ഈ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും തകർന്നു പോകാതിരിക്കുന്നത് അത് ആരുടെയും മിടുക്കല്ല, ആരുടെയും ശക്തിയല്ല, ആരുടെയും ആരോഗ്യത്തിന്റെ മികവല്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ കരുതലാണെന്ന് മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമുക്ക് ഫൈറ്റ് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്നവരാ ദൈവമക്കള്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം ഒരു പ്രയാസം വരുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് വരുന്നെന്നുള്ള ഒരു ഹല്ലേലൂയ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരികയും അവർ പെട്ടെന്ന് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പലപ്പോഴും നമുക്ക് തന്നെ അറിയാം, അനേകമാകുന്ന വിഷമത്തിലൂടെ
നമ്മൾ കടന്നു പോകാൻ പോകുന്നതിൻ്റെ നമ്മുടെ മനസ്സിലത് ദൈവം തമ്പുരാൻ ഓർപ്പിച്ചുണർത്തുന്ന സമയത്ത് നമ്മൾ അനങ്ങാതിരുന്ന് അതിനെ നിസ്സാരവൽക്കരിച്ചിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിപത്തായി തീരുമെന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ അത് അത് ഒരു വിടുതലായി മാറുവാൻ ഇടയായി തീരും. എന്നെ ഓർപ്പിച്ച ഈ ദിവസങ്ങളിൽ നടന്ന ഒരു സംഭവം, ഞാൻ വായിച്ചറിഞ്ഞ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ വചനത്തിലോട്ട് കിടക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഈ അമേരിക്കയിൽ തന്നെ ദൂരെയുള്ള ഒരു സ്ഥലത്ത്, ഹല്ലേലൂയ, സ്തോത്രം, അവര് ന്യൂലി മാരിഡ് കപ്പിൾ അവരുടെ കൂടെ അവരുടെ റിലേറ്റീവ്സുമായിട്ട് അവർ ഇങ്ങനെ ഒരു ബീച്ചിൽ ഇരിക്കുന്ന സമയത്ത് ആ ന്യൂലി കല്യാണം കഴിച്ച ആ ലേഡി വെള്ളത്തിലേക്ക് ഇറങ്ങി അതിനകത്തൊന്ന് സ്വിം ചെയ്യാനായിട്ട് അവർ പരിചയമുള്ളവരാ. അങ്ങനെ വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ പോകുകയും മടങ്ങി വരികയും ചെയ്യാൻ പരിചയമുള്ളവളാണ്. എന്നാൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു വലിയൊരു സ്രാവ് വന്നിട്ട് അവളുടെ കാലിൽ ഇങ്ങനെ പെട്ടെന്ന് പിടിയിടുകയും അവളെ കൊണ്ട് ആഴക്കടലിലേക്ക് കൊണ്ടുപോകുവാനും ഇടയായി തീർന്നു. എന്നാൽ അവൾ വിചാരിച്ചു, എൻ്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കും. ഹല്ലേലൂയ. എന്നാൽ ആ സമയത്ത് കടലിൻ്റെ വെള്ളത്തിൽ നല്ല പ്രകാശമുണ്ടായിരുന്നത് കൊണ്ട് ആദ്യം അത് അവൾക്ക് ശരിക്കും കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനുശേഷം ആഴക്കടലിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഡാർക്ക്നെസ് അവളെ ബാധിച്ചു. ഇരുട്ടിന്റെ അവസ്ഥയിലേക്ക് വന്നു. ഒന്നും കാണാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് ചിന്തിച്ചു, എനിക്കിനിയും ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ച സമയത്ത്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവൾ അവിടെ നിന്ന് അങ്ങനെ കരയിൽ നിൽക്കുന്നവർ എന്നെ ഇനി ഞാൻ എന്താണ് വെള്ളത്തിൽ ഇത്രയും നേരം, ഹല്ലേലൂയ, അടിയിലേക്ക് പോയിട്ട് എന്തുകൊണ്ട് മടങ്ങി വരുന്നില്ല എന്ന് ചിന്തിച്ച് അവർ ഭാരപ്പെടുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് വളരെ അവളുടെ മനസ്സിൽ കൂടി പല കാര്യങ്ങൾ ഇങ്ങനെ ഓടിപ്പോയി. അവളുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച സമയത്ത് ആ ഇരുളിൽ പ്രകാശിക്കുന്ന രണ്ട് ലൈറ്റ് പോലെ കാണുവാൻ കഴിഞ്ഞു. ആ ലൈറ്റ് മറ്റൊന്നുമല്ലായിരുന്നു, ആ സ്രാവിന്റെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിരുന്നു. അത് അവളുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് പോലെ. എന്നാൽ ആ കാലിലെ ആ പിടുത്തം വളരെ ശക്തമായിരുന്നത് കൊണ്ട് വളരെ ബ്ലീഡിങ് ഉണ്ടാകുന്നതും വേദനിക്കുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നെങ്കിലും ആ കണ്ണുകൾ ശ്രദ്ധിച്ചു. അവളുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ചിന്ത വന്നു, ഇതിന്റെ കണ്ണുകൾക്ക് ശക്തി കുറവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവൾ പെട്ടെന്ന് അതിന്റെ കണ്ണിലേക്ക് അവള് കൈ ചുരുട്ടി ഇടിക്കുവാൻ തുടങ്ങി. അങ്ങനെ പലവട്ടം ഇടിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ കണ്ണ് കലങ്ങാനും അങ്ങനെ പെട്ടെന്ന് ആ വേദന അതിസഹനമായതുകൊണ്ട് പെട്ടെന്ന് അവളുടെ കാലിൽ നിന്ന് അതിന്റെ പിടുത്തം വിട്ടവള് അത് കടലിലേക്ക് മാറിപ്പോകുവാനും ഇടയായി തീർന്നു. പെട്ടെന്ന് അവള്, ഹല്ലേലൂയ, ദൈവം മുന്നോട്ട് വന്ന് അവൾ പെട്ടെന്ന് ആ ആഴക്കടലിൽ നിന്ന് മുകൾ പരപ്പിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് അവര് അതിനെടുത്ത് വേണ്ട ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുവാനും ഏതാണ്ട് 25 ദിവസത്തിനുള്ളിൽ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുവാൻ ഇടയായി തീർന്നെന്ന് ഒരു വാർത്ത ഞാൻ വായിക്കുവാൻ ഇടയായി തീർന്നു. അതെന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, പലപ്പോഴും ഇതുപോലെയാണ് പിശാച് നമ്മളെ വിഴുങ്ങിക്കളയുവാൻ, നമ്മളെ കൊണ്ട് ആഴക്കടൽ പോലുള്ള അനുഭവത്തിൽ, കൂരിരുൾ പോലുള്ള അനുഭവത്തിൽ നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ഒരു കാര്യം വ്യക്തമാ, ഇതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ശക്തി മുഴുവനും എടുത്ത് അതിനോട് ഫൈറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ശത്രു നമ്മൾ വിചാരിക്കുന്ന പോലെ ശക്തനല്ല. ഹല്ലേലൂയ. എന്നാൽ അതിനെ ഭയപ്പെട്ടാൽ നമ്മൾ അത് നമ്മുടെ ശത്രു പലപ്പോഴും ശക്തനാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ശത്രു നമ്മളെക്കാട്ടി ശക്തനല്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ടോ ദൈവത്തിന്റെ ശക്തി ഉള്ളതുകൊണ്ടോ കൂരിരുളിൽ അവൻ നല്ല ദൈവമാണ്. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരെ അവിടെ നമുക്ക് ആശ്രയമായിട്ടുള്ളത് കർത്താവ് മാത്രമാണ്. അത് ഈ സമയത്ത് എന്നെ ഓർപ്പിച്ച ഒരു കാര്യമാണ്. അതിന്റെ കണ്ണുകള് ശക്തമല്ലെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കണം, നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശത്രുവുണ്ട്, നമ്മളെ എപ്പോഴും വീക്ഷിക്കുന്ന ഒരു പിശാചുണ്ട്. അവന്റെ കണ്ണുകള് നമുക്ക് ഇടിച്ചു തകർക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്കെതിരായി അവൻ വരുമ്പോൾ അവനോട് നമുക്ക് യുദ്ധം ചെയ്യാം. അവന്റെ കണ്ണുകളെ ഇടിച്ചു തകർത്ത് നമ്മുടെ മേലുള്ള നോട്ടത്തിൽ നിന്ന് അവൻ പിന്മാകുന്ന സമയത്ത് നമ്മള് അതിൽ നിന്ന് വിടുവിക്കപ്പെടും. ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുവോ, രോഗികളായിരിക്കുന്നുവോ,
കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന് നമ്മൾ നട്ടം തിരിയുന്നു, ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഈ സമയത്ത് എന്നെ ചിന്തിപ്പിച്ച, രാവിലെ ഇരുന്ന് ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു ആലോചന, ചെറിയ രീതിയിൽ അത് സംസാരിച്ച് വേഗത്തിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ 2-3-4 വാക്യങ്ങൾ ഞാൻ താഴോട്ട് വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഹല്ലേലൂയ. മകൻ അപ്പം ചോദിച്ചാൽ അവനെ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവനെ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്ന ഒരു വിഷയമാണ്. ഈ നാളുകളിൽ നമ്മളൊക്കെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ, ഈ സുവിശേഷത്തിൽ 7-ന്റെ 7-ാം വാക്യം മുതൽ പറയുകയാണ്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് കൈയും കെട്ടി ഇരിക്കാനല്ല, വെറുതെ ഇരിക്കാനല്ല. നമ്മൾ ആവശ്യക്കാരാണെങ്കിൽ ഹല്ലേലൂയ യാചിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഈ ലോകത്തോടെ യാചിക്കുന്നതിനെക്കാട്ടിലും ദൈവസന്നിധിയിൽ യാചിക്കുന്നതിനെ കുറിച്ചാ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരു നാണക്കേടുമില്ല. കാരണം സ്വർഗീയ പിതാവായ ദൈവം നമ്മളെ അവൻ നിർമ്മിച്ചതാ, അമ്മയുടെ ഉദരത്തിൽ അവൻ മെടഞ്ഞതാ. ആ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട് നമ്മളെ കുറിച്ച്. പക്ഷെ ഞാൻ ചോദിക്കത്തില്ല, തരുന്നെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ലഭിക്കത്തില്ല. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വചനം പറയുന്നവരാ, ദൈവദാസന്മാര്, ദൈവമക്കള്. ഇനി എന്തിനു പറയുന്നു, കൂടെ നടന്ന പത്രോസ് പോലും ദൈവത്തിന്റെ വചനം കേട്ടവരാ, കൂടെ നടന്നതാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ യോഹന്നാൻ അപ്പോസ്തലനൊക്കെ തൊട്ടറിഞ്ഞതാ, കേട്ടതാ, അത്ഭുതങ്ങൾ കണ്ടതാ. പത്രോസ് പോലും അനേക അത്ഭുതങ്ങൾ കണ്ട പത്രോസ്, കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ഹല്ലേലൂയ എല്ലാം വിട്ട് ഞാൻ നിന്നെ പിൻഗമിക്കുന്നു എന്ന് പറഞ്ഞവൻ, ഹല്ലേലൂയ ഞാൻ വലയും ഇതെല്ലാം വിട്ടു വന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചവൻ, അത്ഭുതങ്ങൾ കണ്ടത്, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നത് കണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ അനേക അത്ഭുതങ്ങൾ കണ്ട പത്രോസ്, എന്നാൽ വീണ്ടും താൻ മടങ്ങിപ്പോയി തൻ്റെ ആ മാറ്റിവെച്ചിരുന്ന വലയും ആ പടകും എടുത്തുകൊണ്ട് വീണ്ടും കടലിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെയാണ് ഈ നാളുകളിലും അനേകർ ഇപ്പോൾ ഇന്ന് ചിന്തിക്കുകയാണ്. അനേക ദൈവമക്കളും ദൈവദാസന്മാരും സുവിശേഷത്തിന് വേണ്ടി എന്തു വന്നാലും ധീരതയോടെ നിൽക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ദൈവഭൃത്യന്മാർ, ദൈവദാസന്മാര്, ദൈവമക്കളൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രതിസന്ധിയിൽ ഇനി എന്ത് ചെയ്യും? ഹല്ലേലൂയ. വിശ്വാസികളുടെ മുഖത്ത് മാത്രം നോക്കിയിരുന്ന ദൈവദാസന്മാർ, അവരെ കുറിച്ചുള്ള ചിന്തയായപ്പോൾ അവരിനി സഭയിൽ മടങ്ങി വരുമോ, ഇങ്ങനെ ഒരു കാലഘട്ടമായി പോകുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവര്. എന്നാൽ അങ്ങനെ ആയാൽ പോലും ദൈവത്തിനോട് യാചിക്കുന്നെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വഴികളെയും വാതിലുകളെയും തുറക്കും. ഹല്ലേലൂയ. ദൈവം തരും, ദൈവം നടത്തും എന്ന് നമ്മൾ വിശ്വാസമുള്ളവരായി തീരണം. അതിനുശേഷം പറയുകയാണ്, ഹല്ലേലൂയ, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളത്? നമുക്കൊക്കെ അറിയാം, നമ്മൾ മാതാപിതാക്കളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്രായം തൊട്ട് വളർത്തിയെടുത്തതാ.
ഹല്ലേലൂയ. Hallelujah. നമ്മുടെ മക്കൾ ഭാരപ്പെടുന്നത് കണ്ടാൽ, Amen. നമ്മുടെ മക്കൾ വിശക്കുന്നത് കണ്ടാൽ, നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യം നമ്മുടെ മുന്നിൽ പല സന്ദർഭമായി വന്ന് യാചിച്ചാൽ, പറഞ്ഞാൽ, കരഞ്ഞാൽ, ഹല്ലേലൂയ എനിക്കത് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഭയങ്കര മുട്ടിപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒരുക്കി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചത് നേടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം നടത്തി കൊടുക്കുന്നത് ഈ ലോകത്തിലുള്ള അമ്മയപ്പന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ പറയുക, നിങ്ങളുടെ മക്കൾ ഹല്ലേലൂയ ചോദിച്ചാൽ, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ശേഷം പറയാ, മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കത്തില്ല. ഒരു മകൻ നമ്മുടെ ആർക്കെങ്കിലും വന്നിട്ട് അപ്പൻ ചോദിച്ചാൽ, വിശക്കുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ അവന് എന്തെങ്കിലും ഒരു രുചിയില്ലാത്ത ഒരു സാധനം പോലും നമ്മൾ കൊടുക്കത്തില്ല. ഒരു നല്ല സാധനമേ അവന് വേണ്ടി നമ്മൾ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരാ നമ്മള്. അവൻ വിശക്കുന്നെങ്കിൽ അവന് ഇഷ്ടമുള്ള ഒരു പദാർത്ഥം നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാ. നമ്മുടെ ഉള്ള അവസ്ഥയനുസരിച്ച് നമ്മുടെ കരത്തിലുള്ളത് വെച്ചിട്ട് ഒരു നല്ലത് ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നവരാ. കാര്യം നമുക്കറിയാം, ഒരു വിധവാക്ക് ഒന്നുമില്ല അവിടെ. ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട്, പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ എന്നാൽ അവൾ പറയുകയാണ്, ആ കലത്തിൽ അല്പം മാവുണ്ട്, അല്പം എണ്ണയുണ്ട്, എന്നാൽ ഞാൻ വിറവ് വിറക്കുന്നത് അത് ഞാനും എൻ്റെ പൈതലും കൂടെ അത് കഴിക്കാൻ. അപ്പോൾ എന്നെ മാത്രമല്ല ഓർത്തത്, എൻ്റെ പൈതലിനെ കൂടി ഓർത്ത വിധവേ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ഹല്ലേലൂയ ശിഷ്യന്റെ ഹല്ലേലൂയ യഹോവ ഭക്തന്റെ ഭാര്യയായിരുന്നു. ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയും. അങ്ങനെ മാതാപിതാക്കൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും, നമ്മൾ രുചിയോടെ ഭക്ഷിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രുചിയോടെ കൊടുക്കുവാൻ നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നവരാ. എങ്കിൽ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ ഹല്ലേലൂയ അവന് പാമ്പിനെ കൊടുക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ കാലഘട്ടത്തിലൊക്കെ ഹല്ലേലൂയ അങ്ങനെയുള്ള അപ്പനമ്മമാർ പോലും ഉള്ള കാലഘട്ടമുണ്ട്. എന്നാൽ യഥാർത്ഥമായി ദൈവമക്കൾ എന്ന് പറയുന്ന അപ്പനമ്മമാർക്ക് ഒരിക്കലും തങ്ങളുടെ മക്കളുടെ ഭാരങ്ങൾ അത് മനസ്സിലാക്കാതിരിക്കത്തില്ല. അവർ പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ പിന്നെയും അവരെ പ്രയാസപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അവർക്ക് ഹല്ലേലൂയ ഒരു ഭാരത്തിൽ അവരുടെ കരത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവരെ പിന്നെയും ബുദ്ധിമുട്ടിക്കുന്ന അപ്പനമ്മമാർ എങ്ങും കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അനേക അപ്പനമ്മമാര് ഹല്ലേലൂയ ആ സമയത്ത് പോലും കുഞ്ഞുങ്ങളോട് പോലും മനസ്സിലാത്തവരുണ്ട്. എന്നാൽ പോലും അങ്ങനെ പോലും കൊടുക്കുന്നവരുണ്ടെന്നാ ഇവിടെ പറയുന്നത്. അപ്പന് ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം കല്ല് കൊടുക്കത്തില്ല. അപ്പൻ ചോദിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കത്തില്ല. അങ്ങനെ ഈ ലോകത്തിലുള്ള അതിനുശേഷം പറയുകയാണ്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് ഹല്ലേലൂയ എത്ര ദോഷികളായിരുന്നാൽ പോലും, ലോകത്തിന് ദോഷികളായിരുന്നാലും മറ്റുള്ള ജനത്തിന് ദോഷികളായിരിക്കുന്നവർ പോലും സ്വന്തം മക്കളെ കുറിച്ച് വളരെ ചിന്തയുണ്ടായിരിക്കും. അവർ പോലും തന്റെ മക്കളെ കുറിച്ച് നോക്കുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ, ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രയാസത്തോടിരിക്കുന്ന ആരെങ്കിലും ദൈവം എന്നെ കൈവിട്ടു, ഇനി എനിക്കത് തരത്തില്ല, പണ്ടത്തെ നാള് പോലെ എന്നോട് ദൈവം ചെയ്യത്തില്ല, എനിക്ക് സഹായം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരൊരു കാര്യം ചിന്തിക്കണം. നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. നന്മ എത്രയധികം നമുക്ക് തരും. നമ്മൾ ആര് വിശ്വസിച്ചെങ്കിൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ദൈവസന്നിധിയിൽ കരഞ്ഞെങ്കിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ഈ 6-ാം അധ്യായത്തിന് 11-ാം വാക്യത്തിൽ പറയുക, നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 10-ാം വാക്യം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് ഉള്ളതും നാളെ അടുപ്പിടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ഹല്ലേലൂയ വയലിലെ പുല്ലിനെ
പൂവിനെ ഇത്ര ഭംഗിയായിട്ടാണ് അതിനെ അലങ്കരിക്കുന്ന ഒരു നല്ല ദൈവമെങ്കിൽ, ഹല്ലേലൂയ, കാക്കകളെ നോക്കുവിൻ, അവൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ലെങ്കിലും അതിനെ പോഷിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ചെന്നിരുന്ന ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പോറ്റുന്ന നല്ലൊരു ദൈവം നമുക്കുള്ളപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ, ഹല്ലേലൂയ, നിങ്ങൾ വിചാരപ്പെടരുത്. ഈ നാളുകളിൽ വിചാരപ്പെടുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് വിചാരിച്ച് ഈ ദേശത്തും നമ്മുടെ ഇന്ത്യയിലൊക്കെ ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഭാരപ്പെടണ്ട. എനിക്കിവിടെ പറയാൻ കഴിയും, ഭാരപ്പെടണ്ട. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുക, ഹല്ലേലൂയ, ദൈവമാണ് ഞങ്ങളെ നടത്തുന്നത്, ദൈവമാണ് ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നത്. ഓ വയലിലെ താമരെ അത് നല്ലായി ഉടുപ്പിക്കുന്നെങ്കിൽ, ദൈവം കരുതുന്നെങ്കിൽ, ഹല്ലേലൂയ, കാക്കകളെ പോറ്റുന്നെങ്കിൽ, കാക്ക കരയുന്ന കാക്കയുടെ ആ ചുണ്ടിന്മേൽ അപ്പവും ഇറച്ചിയും വെച്ച് കൊടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ ആഹാരം തക്ക സമയത്ത് കൊടുക്കുന്നെങ്കിൽ കരയുന്ന മക്കൾക്ക് കിട്ടും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെട്ടാൽ ഒന്നും നടക്കത്തില്ല. ഒരു മഴ കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് കഴിയുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ സുവിശേഷത്തിൽ പറയുമ്പോൾ അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇതൊക്കെ നമ്മുടെ പിതാവ് അറിയുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ വിചാരപ്പെടുന്നത് ആരാ? ജാതികളാ. നമ്മൾ ദൈവമക്കളാ. വിശ്വാസികൾ ഒരിക്കലും വിചാരപ്പെട്ടാൽ അവർക്കത് നടക്കത്തില്ല. നമ്മൾ രണ്ട് തോണിയിൽ കാല് വെക്കരുത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്, പ്രസംഗിക്കുമ്പോൾ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒക്കെ ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിശ്വാസം ചോർന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഭാരങ്ങളില്ലെങ്കിൽ, അതുപോലെ മറ്റുള്ളവരുടെ ഭാരം കേൾക്കാൻ കഴിയാത്ത വിശ്വാസികളും ദൈവദാസന്മാരും ഉണ്ട്. എന്നാൽ അവരുടെ ഭാരങ്ങൾ വലിയ ഭാരമായിരിക്കും. മറ്റുള്ളവരുടെ ഭാരം അത് കേട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമെന്നാൽ പ്രാർത്ഥിക്ക പോലും ചെയ്യാത്ത ദൈവദാസന്മാരുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ അനുഭവത്തോടെ പറയുന്നതാ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത് ആവശ്യമാ. ഹല്ലേലൂയ. അതിനുശേഷം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുക, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം. നമുക്ക് ലഭിച്ചതെല്ലാം നന്മകളും. നമുക്ക് കേരളക്കരയില്, ഇവിടുത്തെ പോട്ട് കേരളക്കരയിലെ അനേക ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും നമുക്ക് നോക്കിയാൽ അവർ ദൈവത്തെ നമ്മുടെ പിതാക്കന്മാര് അറിഞ്ഞതുകൊണ്ട്, മുമ്പേ അവന്റെ രാജ്യം അന്വേഷിച്ചത് കൊണ്ട്, അനേക ഇടങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിച്ചപ്പോൾ കണ്ടത്, ഹല്ലേലൂയ, കാണുന്നിടത്തെല്ലാം 4 പേരെ കണ്ടാൽ അവിടെ ഒരു പരസ്യയോഗം നടത്തുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. ദൈവദാസന്മാർ അവിടെയൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ മേളിൽ അവര് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് നേരെ വെറും അഴുക്കായിട്ടുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് അവരുടെ ദേഹമൊക്കെ മലിനമായി തീർന്നിട്ട് ആ പ്രസംഗം കഴിഞ്ഞിട്ട് അവർ ആ ആറ്റിൽ പോയി, തിരുവല്ലയിൽ നടന്ന കാര്യമാണിത്, ആറ്റിൽ പോയി അവർ കുളിച്ച് വസ്ത്രങ്ങൾ അലക്കിയിട്ട് അന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് പോയി. ആ മീറ്റിംഗ് പോലും ഏതാണ്ട് അർദ്ധരാത്രി 2 മണി വരെ നീണ്ടുപോയി. അതിനുശേഷം അവർക്ക് കഴിക്കാനില്ലാതെ അവർ കടന്നുപോയ സ്ഥലത്ത് അവർക്ക് ഭക്ഷണമില്ലായിരുന്നു. അങ്ങനെ അവർ കടന്നു പോകുമ്പോൾ അതിലൊരു ദൈവദാസൻ പറഞ്ഞു, എന്റെ ഭവനത്തിൽ പോകാം, അവിടെ കപ്പയുണ്ട്. അല്ലെങ്കിൽ അവരവിടുന്ന് 2 കിലോമീറ്ററോളം നടന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് ഹല്ലേലൂയ കപ്പ പറിച്ച് ചെമ്പിലിട്ട് പുഴുങ്ങി ഹല്ലേലൂയ അവിടെ അതിന് വേണ്ടതായ കാര്യങ്ങളും ഒരുക്കി, കാപ്പിയും ഒരുക്കി അവർ ഭക്ഷിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെ സഭായോഗത്തിന് പോയ കഥ ഞാൻ വായിച്ചു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിച്ചവര് ഒന്നും നാളെയെ കുറിച്ച് കണ്ടില്ല. നാളെ എന്ത് ചെയ്യുന്നവർ അറിഞ്ഞില്ല. നാളത്തേക്ക് മാറിയുടുക്കാൻ ഒരു വസ്ത്രമില്ലായിരുന്ന കാലഘട്ടത്തിൽ അവര് അങ്ങനെ ഇറങ്ങിത്തിരിച്ചു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഇതോടുകൂടെ ഇതൊക്കെ ലഭിക്കും. നമുക്ക് വേഗത്തില് ഒരു 5 മിനിറ്റ് കൂടെ മുന്നോട്ട് പോകാം. അനേക വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയാറുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുകയാണ്.
മത്തായിയുടെ സുവിശേഷം തന്നെ അതിന് 21-ന്റെ 22-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഹല്ലേലൂയ, സ്തോത്രം. ആ മത്തായിയുടെ സുവിശേഷം 21-ന്റെ 21-22 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ സംശയിക്കാതെ. സംശയിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയും. നമുക്കറിയാം, പത്രോസ് കടലിൽ ഇറങ്ങിയപ്പോൾ വിശ്വാസത്തോടെ ഇറങ്ങി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിറങ്ങി. എന്നാൽ അല്പം സംശയിച്ചപ്പോൾ കാലുകൾ സമുദ്രത്തിൽ താഴാൻ തുടങ്ങി. ഹല്ലേലൂയ, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങൾ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു വിശന്ന് ഹല്ലേലൂയ ശിഷ്യന്മാരുമായിട്ട് വരുമ്പോൾ വഴിയിൽ കണ്ട അത്തി ഹല്ലേലൂയ കണ്ടപ്പോൾ വളരെ അതിൽ ഫലമുള്ളതുപോലെ യേശുവിന് തോന്നി. ഹല്ലേലൂയ, യേശുവിന് അറിയാം. ഹല്ലേലൂയ, അതിൻ്റെ അകത്ത് ഇല വളരെ ഭംഗിയായിട്ട്, ഇലകള് വളരെ ശക്തമായിട്ട് മൂടി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ ഇലകൾ ഉള്ളതിൽ ഹല്ലേലൂയ സ്തോത്രം അത് കാണേണ്ടതാ. എന്നാൽ അത് വെച്ചിട്ട് യേശു അതിൻ്റെ അടുത്ത് ചെന്നു. പലപ്പോഴും നമ്മുടെയൊക്കെയും അടുത്ത് യേശു വരുന്നത് നമ്മളിൽ ഹല്ലേലൂയ വളരെ ആ അത്തിയെ പോലെയുള്ള അനുഭവങ്ങൾ അതിൻ്റെ അകത്ത് ഫ്രൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാണ് കടന്നു വരുന്നത്. എന്നാൽ പലരിലും, പല ദൈവമക്കളിലും, ദൈവദാസന്മാരിലും ആ ഫലം കാണാൻ കഴിയാതിരിക്കുമ്പോൾ അനേകർ അതുകൊണ്ടാണ് വിശ്വാസത്തിൽ ശക്തരായി നിന്നവർ പിന്നത്തേതിൽ ഫലം കായ്ക്കാതെ അതൊരു വരൾച്ച വ്യാപിച്ചതുപോലെ. എന്നാൽ കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട്, കാണുമ്പോൾ വളരെ കണ്ടാൽ സൗന്ദര്യമുണ്ട്, വളരെ ഒരു നല്ല നിലയിലായിത്തീർന്നു, നല്ല കാറുകളുണ്ട്, നല്ല എല്ലാം ഉണ്ട്, അവരുടെ ഭവനങ്ങളുണ്ട്, ദൈവത്തെ അറിഞ്ഞിറങ്ങി തിരിച്ചവർക്ക് എല്ലാ നന്മകളും ഉണ്ട്. എന്നാൽ അതിനകത്തേക്ക് കർത്താവ് വന്നാൽ ഈ അത്തിയുടെ അനുഭവമാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. ആ അത്തിയെ നോക്കി കർത്താവ് നോക്കിയപ്പോൾ അത്തിയിൽ ഫലമൊന്നും കണ്ടില്ല. അതുകൊണ്ട് എന്താ ചെയ്തത്? ഹല്ലേലൂയ, സ്തോത്രം. അത്തിയെ കർത്താവ് ശപിക്കുവാനിടയായി തീർന്നു. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കാണുമ്പോൾ പരീശന്മാരെ പോലെ എല്ലാത്തിലും ഭക്തി കാണിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, കൊടുക്കുന്നതിലും എല്ലാം അവർക്ക് ഭക്തി ഉണ്ടെങ്കിലും അവരുടെ ജീവിതം നമുക്കറിയാം പരീക്ഷ ഭക്തി എന്ന് നമ്മൾ പറയുന്ന ആ ഭക്തിയിലാണ് ഇന്ന് അനേകർ ജീവിക്കുന്നത്. പരീക്ഷ ഭക്തിയല്ല വേണ്ടത്, കേൾക്കാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കണം. ഇന്ന് പലർക്കും കേൾക്കാൻ കഴിയത്തില്ല, കേൾക്കുന്നത് ഇഷ്ടമല്ല, പറയാൻ എല്ലാവർക്കും ഇഷ്ടമാ. അല്ലെങ്കിൽ അനേകരുടെ വചനം കേൾക്കുന്ന മണിക്കൂറുകൾ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്, അല്ലെങ്കിൽ ശക്തമായി ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. പലപ്പോഴും അത് കേൾക്കാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ അതെല്ലാം നമുക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞ് അത് തള്ളിക്കളയുന്നവരായിത്തീരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവവചനം നമ്മളെ ജീവിപ്പിക്കുന്നതാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം കേൾക്കാനുള്ള നല്ല മനസ്സ് ഞാൻ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരവസ്ഥ. പ്രസംഗിക്കുന്ന ദൈവദാസന്മാര് മറ്റൊരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേൾക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞ് പ്രസംഗിച്ചാൽ പോലും, കൊച്ചു കുഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോലും അതിനോട് ചേർന്ന് പറയാൻ ഇടയായിത്തീരണം. ഫിലിപ്പിയ ലേഖനത്തിന്റെ 1:17 വാക്യങ്ങളിലാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നുണ്ട്, ചിലർ അസൂയയോടെ പ്രസംഗിക്കുന്നു, ചിലർ വൈരാഗ്യത്തോടെ പ്രസംഗിക്കുന്നു. എന്നാൽ എങ്ങനെ പ്രസംഗിച്ചാലും ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവവചനം എവിടെ കേൾക്കുന്നുവോ അത് നമുക്ക് വേണ്ടതാണെങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് അത് വേണ്ടി അത് കേൾക്കാതെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. അത് വചനം കേൾക്കാതെ അതിനെക്കുറിച്ച് കമന്റ് പറയുവാൻ നമ്മൾ ഇടയായിത്തീരരുത്. നമ്മൾ കേട്ടിട്ട് അത് നമുക്കുള്ളതാണെങ്കിൽ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ മൗനമായിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് ഇടയായിത്തീരണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഈ മത്തായിയുടെ സുവിശേഷം 21 അതിന്റെ ആ അവസാന വാക്യങ്ങളിൽ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത്? അപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിക്കുക, ഇതെങ്ങനെ സാധിച്ചു? ഇത്ര പെട്ടെന്ന് ഈ അത്തി എങ്ങനെ ഉണങ്ങിപ്പോയി? അല്ലെങ്കിൽ നമുക്കെതിരായി വരുന്ന ശത്രുക്കള്, നമുക്കെതിരായി വരുന്ന കോട്ടകൾ, നമുക്കെതിരായി വരുന്ന മതിലുകളൊക്കെയും
ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം എരിഹോ മതില് ഇടിഞ്ഞു വീണത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. അതിനെയൊക്കെ ഇടിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ ഹല്ലേലൂയ പ്രഖ്യാപിക്കുന്നെങ്കിൽ ആ മല നീങ്ങിപ്പോകുവാനിടയായി തീരും. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മലയുടെ നിന്നപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് ആ മലയുടെ ചൂടും അവിടെ താമസിക്കാൻ കഴിയാതെ ആ താഴ്വരയിൽ താമസിക്കുന്നവർക്ക് അത് ദിനംപ്രതി അതൊരു ഡേഞ്ചർ ആയിക്കൊണ്ടിരുന്ന സിറ്റുവേഷനിൽ അവര് ഈ വചനമെടുത്ത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, അവരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. എന്നാൽ അവിടെ ഹല്ലേലൂയ ഒന്നും സംഭവിച്ചില്ലെന്നാൽ കുറെ നാൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ, വിട്ടുകളയാതെ പിന്നെയും പ്രാർത്ഥിച്ചപ്പോൾ ആ മലയെ ഒരിക്കൽ ആ പട്ടണത്തിൽ അവിടുത്തെ ഭരണാധികാരി അവിടെ ആജ്ഞ കൊടുത്തു. എവിടെയോ മണ്ണ് ആവശ്യമായി വന്നു, ഫില്ല് ചെയ്യാനായിട്ട് മണ്ണ് ആവശ്യമായി വന്നപ്പോൾ ആ മല മുഴുവനും ഇടിച്ച് കൊണ്ടുപോയി ആ ഭാഗം ഫില്ല് ചെയ്യുവാൻ കൽപ്പന കൊടുത്ത മുഖാന്തരം ആ മല സമഭൂമിയായി തീരുവാനിടയായെന്ന് ഞാൻ കേൾക്കുവാനിടയായി തീർന്നുണ്ട്. സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏത് മല പോലുള്ള അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. രോഗങ്ങളായിക്കോട്ടെ, കഷ്ടങ്ങളായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, ഏത് തന്നെയായാലും പ്രാർത്ഥിക്കുന്ന ദൈവജനം കരയുന്നെങ്കിൽ, കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്കുണ്ടാകുവാനിടയായി തീരും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സ്തോത്രം 12 വാക്യങ്ങളുടെ ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. ഹല്ലേലൂയ. 15-ന്റെ അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്റെ വചനം നിങ്ങളിലും, ഹല്ലേലൂയ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും, ഹല്ലേലൂയ, എന്റെ വചനം നിങ്ങളിലും വസിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്യണം നമ്മൾ? കർത്താവ് നമ്മളിൽ വസിക്കാനായിട്ട് നമ്മുടെ ബോഡി വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരം കർത്താവിന് വസിക്കാനായിട്ട് വിട്ടുകൊടുക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയുള്ളവരായി തീരണം. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മുടെ ശരീരത്തിൽ വസിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിന് വസിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത് വിശുദ്ധി, നമ്മളിൽ വേർപാട്. ഹല്ലേലൂയ. അതുപോലെ അഭിഷേകത്തിന്റെ ശക്തി, ഈ പുതിയ അഭിഷേകം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളിൽ വസിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഫലം കായ്ക്കുന്നതാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരാൻ നമ്മൾ കർത്താവിലും കർത്താവ് നമ്മളിലും വസിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ഇച്ഛിച്ചാലും അത് ദൈവം സാധിപ്പിച്ചു തരും. കാരണം കർത്താവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഫലം അത് അനുഗ്രഹിക്കപ്പെട്ട ഫലമായി തീരും. കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളിൽ പിന്നെ ഒരു ന്യൂനതയുമില്ല, ഒരു ഭാരവും നമ്മളിലില്ല. കാരണം നമ്മളിൽ വസിക്കുന്നത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സകലത്തിന്റെ ഉടയവനായ, നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ സൃഷ്ടിച്ച നല്ല കർത്താവാണ് നമ്മളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെയും പറയുകയാണ്, അതിന്റെ 10-ാം വാക്യത്തിൽ പറയുക, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഹല്ലേലൂയ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ച് എന്റെ സ്നേഹത്തിൽ വസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എങ്ങനെ എന്റെ പിതാവിൽ വസിക്കുന്ന പോലെ, കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ പിതാവിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എന്നിൽ വസിക്കും. നമ്മുടെ കർത്താവിൽ വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ വലിയ പ്രതിഫലം നമുക്കുണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഈ നാളുകളിൽ ഒരു വിശ്വാസിയെ കണ്ടാൽ, ഒരു സഹോദരനെ കണ്ടാൽ തമ്മിൽ സ്നേഹമില്ലാതെ ആയതിന്റെ കാരണം കർത്താവ് നമ്മളിൽ വസിക്കാത്തത് കൊണ്ടാണ്. എന്റെ കർത്താവിന്റെ സ്നേഹം നമ്മളിൽ വസിച്ചാൽ നമ്മൾ മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കും. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 15-ന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും
ഫലം കായ്ക്കുക മാത്രമല്ല, ആ ഫലം നിലനിൽക്കണം. അനേക ദൈവദാസന്മാർ ഒരു കാലത്ത് ഫലം കായ്ച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്ന് അവർക്ക് ലഭിച്ച ഫലം അതെല്ലാം എടുത്തിട്ട്, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, പത്രോസ് ആ കർത്താവ് അവിടെ ചെന്നിരുന്ന് ആഴത്തിലേക്ക് വല നീക്കാൻ പറഞ്ഞപ്പോൾ, അവിടേക്ക് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കണ്ടപ്പോൾ, ഇന്നത്തെ വിശ്വാസികളായിരുന്നെങ്കിൽ ആ മീനെ എല്ലാം എടുത്ത് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് നന്മകൾ ലഭിക്കുമ്പോൾ അനേക ദൈവദാസന്മാരെ കഴിഞ്ഞ നാളുകൾ, ഞാനിത് പറയുന്നതിന് എന്നോട് ക്ഷമിക്കണം, അനേക ദൈവദാസന്മാർക്ക് ലഭിച്ച നന്മകൾ അതിൻ്റെതായ രീതിയിൽ വിനിയോഗിക്കാത്തത് കൊണ്ട് പല ദൈവദാസന്മാരെ കുറിച്ച് ഞാൻ കേട്ടറിവല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. അവരാ പൈസ ദൈവമേ പലിശയ്ക്ക് പോലും കൊടുത്തിട്ടുള്ള ദൈവദാസന്മാരുണ്ട്. ഇത് പറയുന്നത് ആരെയും ഞാൻ കുറ്റപ്പെടുത്താനല്ല, നമുക്ക് ലഭിക്കുന്ന ഫലം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. അല്ലെങ്കിൽ അതിന് പകരം അതെടുത്ത് വ്യാപാരം ചെയ്ത് അതിന്റെ മുതലും അതിന്റെ നന്മയുടെ പ്രോഫിറ്റൂടെ കിട്ടാൻ വേണ്ടി നോക്കാതെ, അത് ഞങ്ങളുടെ പേരിൽ തന്നെ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടാതെ, സനം സമ്പാദിക്കാതെ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫലം നമ്മളിൽ നിലനിൽക്കുവാനിടയായി തീരും. നമ്മുടെ ഫലം നമ്മളിൽ നിലനിർത്തണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരംഭത്തെക്കാട്ടി അവസാനം നന്നായിരിക്കണം. ആ ഫലം നിലനിൽക്കണം. അവസാനത്തോളം ആ ഫലം നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അനേക ദൈവഭക്തന്മാർ വീണുപോയ ഒരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. ഫലം അതിൽ നിലനിൽക്കുന്നെങ്കിൽ പിന്നെയും ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും, കാരണം അവൻ നമ്മളിൽ അവൻ നിലനിൽക്കാനായിട്ട് നമുക്ക് തരുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ അനേക വചനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും പ്രൈസ് ലോർഡ് സ്തോത്രം. ഞാൻ വേഗത്തിൽ നിർത്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ന്റെ 23-24 വാക്യം കൂടി വായിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ സ്തോത്രം. പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പേൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിച്ചതൊക്കെയും നിങ്ങളുടെ ഹല്ലേലൂയ ഭോഗങ്ങളിൽ ചിലവാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഐശ്വര്യമായി ജീവിപ്പാൻ, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിപ്പാൻ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ എടുത്തു കാണിക്കാനായിട്ടാണ് നീ ദൈവത്തോട് ചോദിക്കുക, എനിക്ക് അത് വേണം ഇത് വേണം. എന്നാൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം തരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് തന്നിട്ടുള്ള ദൈവം, കഴിഞ്ഞ നാളുകളിൽ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്ത ദൈവം ഹല്ലേലൂയ ദിവസങ്ങളിൽ നമ്മളെ നടത്തുവാൻ ശക്തനാണ്. പിന്നെയും ആ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, യാചിപ്പേൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പേൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഹല്ലേലൂയ. യാചിക്കുന്നവർക്ക് ഏവർക്കും ലഭിക്കുന്നു. നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കണം. നന്മ ലഭിക്കുവോളം മുട്ടിക്കൊണ്ടിരിക്കണം. ഒരു വ്യക്തി നമ്മളോട് ഒരു ആവശ്യം പറഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും കരഞ്ഞു ചോദിക്കുമ്പോൾ നമുക്ക് സഹിക്കവയ്യാതെ കൊടുക്കുന്നത് പോലെ ഒരു സ്നേഹിതന് ഹല്ലേലൂയ രാത്രിയിൽ കുഞ്ഞുങ്ങളുമായി ഉറങ്ങുമ്പോൾ അവന്റെ ഒരു സ്നേഹിതന് അവന്റെ വീട്ടിൽ അവന് വിസിറ്റേഴ്സ് വന്നപ്പോൾ അവൻ ചെന്ന് പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഈ സ്നേഹിതനെ ഹല്ലേലൂയ തുടർമാനമായി ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ എഴുന്നേറ്റ് കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നെങ്കിലും അവർക്ക് മേളിൽ കൂടി നടന്ന് ഹല്ലേലൂയ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കരയുന്നവർക്ക് ഏവർക്കും ലഭിക്കും. കരയുന്ന കാക്ക കുഞ്ഞിനതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം നമ്മുടെ വിഷയങ്ങൾ നടത്തും. താമരയെ ഉടുപ്പിക്കുന്ന ദൈവം, അവന് സൗന്ദര്യം കൊടുക്കുന്ന ദൈവം ഇന്നും നമ്മളെ പുലർത്തുവാൻ ഹല്ലേലൂയ സ്തോത്രം. വിചാരപ്പെടരുത്, ആഹാരത്തെ കുറിച്ച് വിചാരപ്പെടരുത്, ജീവനെ
ഹല്ലേലൂയ, ജീവന് വേണ്ടി വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? നീ വിചാരപ്പെടുന്നത് നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിങ്ങൾ നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും അവയിലൊന്നുള്ളോളും ഹല്ലേലൂയ ചമഞ്ഞിരുന്നില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പൂവിനെ ദൈവം ഇങ്ങനെ അണയിക്കുന്നെങ്കിൽ ശലോമോന്റെ ഇത്രയും വലിയ അനുഭവമുള്ള ശലോമോന് ദൈവം അവൻ ജ്ഞാനം വേണമെന്ന് ചോദിച്ചപ്പോൾ ജ്ഞാനം കൊടുത്ത ദൈവം ഹല്ലേലൂയ എല്ലാം നേടി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ സ്തോത്രം. ശേബാരാജ്ഞി പോലും അവന്റെ മഹത്വം കാണാൻ അവിടെ നിന്ന് കടന്നു വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ കഴിയും അതിനെ കാട്ടിലപ്പുറമായി നമ്മളെ നടത്തുവാൻ ദൈവം ശക്തനാണ്. വയലിലെ താമരയെ അത്രയും പോലും ശലോമോനെ നിറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് പല വൃക്ഷങ്ങളിലും അതിന്റെ പൂവിനെയൊക്കെ നോക്കിയാൽ അത് വിടർന്നു വരുന്നതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ സൃഷ്ടി എത്ര വലുതാണ്. ഹല്ലേലൂയ, നമുക്ക് സൗന്ദര്യം തന്ന ദൈവം, നമുക്ക് ബുദ്ധി തന്ന ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അവന് വേണ്ടതെല്ലാം കൊടുത്ത ദൈവം, ഈ ഭൂമിയിൽ ആക്കി വെച്ച് അവന് നന്മകളെല്ലാം കൊടുത്ത് ലോകത്തിലുള്ള എല്ലാ മാനവരാശിക്കും ആഹാരം കൊടുക്കുന്ന ദൈവം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. മുട്ടുവേൻ എന്നാൽ തുറക്കപ്പെടും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അതിനുവേണ്ടി ഈ ദിവസങ്ങൾ നമ്മൾ ഒരുക്കുന്നെങ്കിൽ എനിക്കിത് കഴിയത്തില്ല, എനിക്കതിന് കഴിവില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ദൈവമേ ഞാനിതാ മടങ്ങി വരുന്നു, ദൈവത്തോട് യാചിക്കുന്നു, കരയുന്നു, ഞാൻ വിശുദ്ധിയോടെ ജീവിച്ച കർത്താവിന് വേണ്ടിയല്ല ജീവിതമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ വലിയവരായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. Hallelujah. Our Heavenly Father, we come into your presence once again. Thank you, God, for your Holy Spirit that was surrounding us, God. It may look like we are surrounded by the enemies, but we are surrounded by you. Thank you, Father. Ask, seek, knock, and we will see the answers. We will see the answers. We will see the results, God. Thank you for the Holy Spirit. Thank you for the power that you have instilled in us, God. Thank you, Jesus. God, we thank you once again for coming in us and being with us and abiding in us, God. God, we pray once again for all the needs that Mommy prayed for, God. God, I pray that you bless each and everyone that watched and who is going to watch us, God. Be with each and everyone. God, even if we go, God, let your Holy Spirit be with each and every one of us, God. God, let the message that you gave to Papa, God, let it be in our hearts. Let it never go away, God. Let it ring to our ears, God. God, let us be people who ask you, God. More than we ask people, let us be people who ask you, God, Jesus. Let your comfort be with us, God. God, even though we walk through the valley of the shadow of death, let us be comforted by you, God. Let us not fear, God. In any situation, let us not fear, because you are with us. The power of God is with us. The power of Jesus is with us. The power of Holy Spirit is with us. We will not fear anything. We will not fear anything. Let us say it with the power of God. Let us say it powerfully, God. Let us say it and declare it by the blood of Jesus, God. Let the house of our friends, let your blood be sprinkled, God. Thank you, Father. Bless each and every one. Bless each and everyone. Bless all the properties, all the relationships that we have. Heal each and everyone that needs healing, God.
Heal, God. Hallelujah. Protect, God. Protect them Protect with your blood. with your blood of Jesus. Yes. Protect, God. With your blood. Hallelujah. Let your comfort, let your peace be with each and every one, God. Whatever they are seeking. Yes, yes, God. Protect, protect. Let no houses see weeping, God. Hallelujah. But let your protection, let your calmness Hallelujah. be in their houses, God. Hallelujah. Let the house of prayer Hallelujah. be always house of prayer. Hallelujah. Thank you, Father. In Jesus' precious name I pray. Amen, amen. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും Amen. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും Hallelujah. പരിശുദ്ധാത്മാവിന്റെ കാവലും സൂക്ഷിക്കും. Amen. നാം Hallelujah. ഇവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോളം ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Hallelujah. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഈ ബലത്തോടെ നമുക്ക് ഇത് പിരിഞ്ഞു പോകാം. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സഹായിക്കുമാറാണ്. വരുന്ന ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ ഭദ്രമായ ചിറകടിയിൽ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാൻ തക്കണം. എവിടെയെല്ലാം നമ്മളായിരിക്കുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ സൂക്ഷിപ്പിൽ ദൂതന്മാരുടെ കാവലിൽ നമ്മളായിരിക്കും.